നമുക്കിപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം ആർ അഭിലാഷ്, കോടതി കൃത്യമായി 13-ാം തീയതി തന്നെ പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് പുറത്തുവിടണം എന്ന്. രഞ്ജിനിയുടെ ഹർജിയിൽ ഒരു നിയമ തടസ്സവും സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇല്ലായിരുന്നു. ഇന്ന് നോക്കൂ, എന്തൊക്കെ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ആദ്യം ഡിവിഷൻ ബെഞ്ച് തള്ളുന്നു, സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നു, 3 മണിക്ക് പരിഗണിക്കേണ്ടത് 2:10 പരിഗണിക്കുന്നു, സുപ്രീം കോടതിയിൽ അഭിഭാഷകനായ മുകുൾ റോത്തേക്ക് വരുമെന്ന് കേൾക്കുന്നു. അങ്ങനെ ഇത്രയും ചടുലമായ നീക്കങ്ങളൊക്കെ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ശ്രീമതി രഞ്ജിനി ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് പ്രഥമ ദൃഷ്ട്യ അവർ കോടതിയിൽ പറയേണ്ടതായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവകാശം വഞ്ചിക്കപ്പെടുമെന്നുള്ള അവരുടെ ഉത്കണ്ഠയെ സംബന്ധിച്ച് കോടതി ഒരു തീരുമാനം എടുത്തു. അവരെന്തുകൊണ്ട് പോയി എന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അപ്പൊ അവര് മൊഴി കൊടുത്തിരുന്നു. പക്ഷേ മൊഴി കൊടുത്തിരുന്നെങ്കിലും പുറത്തു വിടുവാനുള്ള പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശമാണ് പാരമൗണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പാസ്സാക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷിതത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി സർക്കാരിന് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ റിപ്പോർട്ട് പുറത്തു വരട്ടെ, ജനാധിപത്യ കേരളം ചർച്ച ചെയ്യട്ടെ. തീർച്ചയായും ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിയോഗം കൂടിയാണ്. സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അത് തങ്ങൾ ചെയ്തു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ലഭിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇതിൽ ഇത്രയധികം കളികൾ, എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാൻ ഇത്രയധികം ശ്രമങ്ങൾ, ഇത്രയധികം നീക്കങ്ങൾ എന്നൊക്കെ വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 2:26, ഇനി 4 മിനിറ്റ് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ ബാക്കിയുള്ളത്.